ഗുഡ് മോർണിംഗ്. മോഡ്യൂൾ 3 ആണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്. അതിലെ അടുത്ത ചാപ്റ്റർ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. സിമ്പിൾ ഇൻട്രസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഒരു സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നു. അത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആഫ്റ്റർ 5 ഇയേഴ്സ് ആയിരിക്കും നമ്മൾ ആ എമൗണ്ട് തിരിച്ചെടുക്കുന്നത്. ഈ 5 വർഷത്തേക്ക് നമുക്കതിന് ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട്. ഈ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ എമൗണ്ടിൽ തന്നെയാണ് കമ്പ്യൂട്ട് ചെയ്യുന്നത്. സേ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ 1000 രൂപയാണ് ഡെപ്പോസിറ്റ് ചെയ്തതെന്ന് വിചാരിക്കുക. എനിക്ക് 10% ഇൻട്രസ്റ്റ്. ഫസ്റ്റ് ഇയർ കഴിയുമ്പോൾ ഈ 10% ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് 100 രൂപ അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അല്ലെ. 1000 രൂപ ഇൻവെസ്റ്റ് ചെയ്തതിൽ നിന്ന് ഒരു ഇയർ കഴിയുമ്പോൾ എനിക്ക് 100 രൂപ കിട്ടിയിട്ടുണ്ട് ഇൻട്രസ്റ്റ്. ഇൻട്രസ്റ്റ് അവിടെ തന്നെ നിൽക്കുകയാണ്. സെക്കൻഡ് ഇയറിൽ വീണ്ടും എനിക്ക് 10% ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ആയ ആ 1000 റുപ്പീസിൽ തന്നെയാണ് കമ്പ്യൂട്ട് ചെയ്യുന്നത്. അതായത് സെക്കൻഡ് ഇയറിൽ വീണ്ടും എനിക്ക് 1000 രൂപയുടെ 10% എന്നുള്ള നിലയ്ക്ക് 100 രൂപയും കൂടെ കിട്ടുന്നു. ആക്ച്വലി ഫസ്റ്റ് ഇയറിന്റെ അവസാനം എൻ്റെ 1100 രൂപ ഉണ്ടായിരുന്നു അല്ലെ. 1000 രൂപ പ്രിൻസിപ്പൽ എമൗണ്ടും 100 രൂപ ഇൻട്രസ്റ്റും കൂടി കൂട്ടുകയാണെങ്കിൽ 1100 എന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. പക്ഷേ സെക്കൻഡ് ഇയറിൽ ഇൻട്രസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ഈ ഫസ്റ്റ് ഇയറിൽ കിട്ടിയ 1000 രൂപ ഇൻട്രസ്റ്റ് എന്നുള്ളത് നമ്മൾ അവിടെ കൗണ്ട് ചെയ്യുന്നില്ല. അപ്പൊ അത് കൗണ്ട് ചെയ്യാണ്ട് സെക്കൻഡ് ഇയറിൽ വീണ്ടും 100 രൂപ കിട്ടും, തേർഡ് ഇയറിൽ പിന്നെയും 100 രൂപ കിട്ടും. അങ്ങനെ 5 വർഷം കൊണ്ട് എനിക്ക് 500 രൂപയായിരിക്കും അവിടെ ഇൻട്രസ്റ്റ് വരുന്നത്. 10% ആണ് ഇൻട്രസ്റ്റ് എങ്കിൽ 500 ആണ് ഇൻട്രസ്റ്റ് വരുന്നത്. പക്ഷേ ഇതിന് പകരം ആ 1 ഇയറിന്റെ എൻഡില് ഞാൻ ആ ഡെപ്പോസിറ്റ് വിഡ്രോ ചെയ്യായിരുന്നെങ്കിൽ എനിക്ക് 1100 രൂപ കിട്ടിയേനെ അല്ലെ. എന്നിട്ട് ഞാനത് വീണ്ടും അവിടെ തന്നെ റീഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്റെ പുതിയ പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത് 1100 ആയേനെ. അപ്പൊ ഇൻട്രസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് പറ്റും? 1100ന്റെ 10% എന്ന് പറഞ്ഞാൽ 110 രൂപ കിട്ടും അല്ലെ. അപ്പൊ സെക്കൻഡ് ഇയറിൽ എനിക്ക് 110 രൂപയാണ് കിട്ടുന്നത്. 100 രൂപയുടെ സ്ഥാനത്ത് 110 രൂപ കിട്ടിയേനെ. ഇങ്ങനെ ശരിക്ക് കിട്ടേണ്ടതാണ് അല്ലെ. അപ്പൊ അങ്ങനെ ഇൻട്രസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യുന്ന രീതിക്കാണ് നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ കേസിൽ ഒരു ഫിക്സഡ് എമൗണ്ട്, ഒരു ഫിക്സഡ് ടൈം പീരിയഡ്, ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റ്. ആ പ്രിൻസിപ്പൽ എമൗണ്ടിലാണ് നമ്മൾ ആ റേറ്റ് അത്രയും ടൈം പീരിയഡിലേക്ക് കമ്പ്യൂട്ട് ചെയ്യുന്നത്. അതേസമയം കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലേക്ക് വരുമ്പോൾ അതിൽ പറയുന്ന ഒരു പർട്ടിക്കുലർ ടൈം പീരിയഡ് വെച്ച്, അത് എപ്പോഴും 1 ഇയർ തന്നെ ആവണമെന്നില്ല. വേണമെങ്കിൽ എനിക്ക് എല്ലാ മാസവും 1 മന്ത് വെച്ച് കോമ്പൗണ്ട് ചെയ്യാം, അല്ലെങ്കിൽ 6 മാസം വെച്ച് കോമ്പൗണ്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു പക്ഷെ വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ 2 വർഷം കൂടുമ്പോൾ കോമ്പൗണ്ട് ചെയ്യുന്നു. അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും അത് ചോദിക്കാം. ഒരു പർട്ടിക്കുലർ ടൈം പീരിയഡ് കഴിയുമ്പോൾ അതുവരെ അക്വയർ ചെയ്ത ഇൻട്രസ്റ്റ് പ്രിൻസിപ്പൽ എമൗണ്ടിന്റെ കൂടെ ആഡ് ചെയ്തിട്ട് അത് പുതിയ പ്രിൻസിപ്പൽ എമൗണ്ട് ആയിട്ട് കണക്കാക്കുന്നു. പിന്നെ അതുമ്മലാണ് ഇൻട്രസ്റ്റ് കമ്പ്യൂട്ടേഷൻ അടുത്തത് വരുന്നത്. ഇങ്ങനെ ചെയ്തു പോകുന്ന പ്രോസസ്, ഇതിനെയാണ് നമ്മൾ കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത്. അങ്ങനെ കിട്ടുന്ന ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. എന്റെ ഫസ്റ്റ് പ്രോബ്ലം, ഞാൻ 1000 റുപ്പീസ് ആണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഈ 1000 റുപ്പീസ് 2 വർഷത്തേക്ക് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇൻട്രസ്റ്റ് റേറ്റ് 4% ആണ്. കോമ്പൗണ്ടഡ് എവറി ഇയർ. അങ്ങനെയാണെങ്കിൽ കമ്പ്യൂട്ടേഷൻ എന്ത് പോകുന്നു നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇയറിന്റെ അവസാനം എനിക്ക് എത്ര ഇൻട്രസ്റ്റ് കിട്ടും? ആദ്യത്തെ ഒരു വർഷം കൊണ്ട് നമുക്ക് ഇൻട്രസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യാനുള്ള ഫോർമുല, സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഫോർമുല PRT/100 അല്ലെ. ആ PRTയിലെ ടൈം പീരിയഡ് T എന്ന് പറയുന്നത് 1 ഇയർ ആണ്. ഒരു വർഷം കഴിയുമ്പോൾ എത്ര ഇൻട്രസ്റ്റ് എന്നാണ് നോക്കുന്നത്. സോ P ഇൻറ്റു R ഇൻറ്റു T1 ആയതുകൊണ്ട് അത് എഴുതണമെന്നില്ല, ബൈ 100 ഈക്വൽ ടു ₹40. അപ്പൊ ആദ്യത്തെ വർഷം എനിക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് 40 രൂപയാണ്. എന്റെ പുതിയ പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാവും? പുതിയ പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 1000 ഉണ്ടായിരുന്നു, അതിന്റെ കൂടെ ഇപ്പൊ ഒരു 40 കൂടി ഡെപ്പോസിറ്റ് ചെയ്തു അല്ലെ. അപ്പൊ 1040 ഇതായിരിക്കും എന്റെ പുതിയ ഇൻട്രസ്റ്റ് എമൗണ്ട്. സെക്കൻഡ് ഇയറിൽ എനിക്ക് എത്ര ഇൻട്രസ്റ്റ് കിട്ടും? സെക്കൻഡ് ഇയറിൽ ഇൻട്രസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത് 1040 എടുത്തിട്ട് ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ 100 ഈക്വൽ ടു ₹41.60. ഇപ്പൊ സെക്കൻഡ് ഇയറിൽ എനിക്ക് 41 രൂപ 60 പൈസയാണ് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ. സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിരുന്നെങ്കിൽ ഇതിന്റെ കമ്പ്യൂട്ടേഷൻ വരുമ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് എത്ര കിട്ടിയേനെ? സിമ്പിൾ ഇൻട്രസ്റ്റ് ഇസ് ഈക്വൽ ടു P, which is 1000 into R is 4, T is 2 divided by 100 അല്ലെ. അപ്പൊ എനിക്ക് 80 റുപ്പീസ് ആയിരുന്നു സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിരുന്നെങ്കിൽ കിട്ടുമായിരുന്നത്. ഇപ്പൊ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയപ്പോ എനിക്ക് എത്രയാ കിട്ടുന്നത്? ഫസ്റ്റ് ഇയറിൽ 40, സെക്കൻഡ് ഇയറിൽ 41.60. സോ ടോട്ടൽ ₹81.60
60 വരും. ഇപ്പൊ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് ലാഭം അല്ലെ. ഇനി നമ്മൾ നേരത്തെ എന്ത് പറഞ്ഞു, ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ചെയ്യുന്നത് ആനുവലി ആവണമെന്ന് നിർബന്ധമില്ല. ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ചെയ്യുന്ന പീരിയഡും നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇൻട്രസ്റ്റ് ആനുവലി അല്ലാതെ കോമ്പൗണ്ട് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ പ്രോബ്ലം നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട്, പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത് 8000 ആണ്. ടൈം പീരിയഡ് 1.5 ഇയേഴ്സ്. ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് 10% ആണ്. ആൻഡ് ഇൻട്രസ്റ്റ് ഇസ് കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി എന്ന് പറഞ്ഞാൽ ബൈ ആനുവലി എന്നും പറയാം. ഒരു വർഷം, അപ്പോ 2 പ്രാവശ്യമാണ് ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ചെയ്യുന്നത്. അതായത് 6 മാസം എത്തുമ്പോൾ ഇൻട്രസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യും, അത് പ്രിൻസിപ്പലിലേക്ക് ആഡ് ചെയ്യും, വീണ്ടും അടുത്ത 6 മാസം കഴിയുമ്പോൾ. അതിനാണ് നമ്മൾ ബൈ ആനുവലി അല്ലെങ്കിൽ ട്വൈസ് എ ഇയർ, ഹാഫ് ഇയർലി എന്നൊക്കെ പറയുന്നത് അതിനാണ്. അപ്പൊ അങ്ങനെയാണ് ഇവിടെ കമ്പ്യൂട്ടേഷൻ വരാൻ പോകുന്നത്. അങ്ങനെ കമ്പ്യൂട്ടേഷൻ വരുമ്പോ എന്റെ ആദ്യത്തെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് എന്താ വരിക? പ്രിൻസിപ്പൽ എമൗണ്ട് 8000, ആദ്യത്തെ 6 മാസം കഴിയുമ്പോൾ എനിക്ക് കിട്ടാൻ പോകുന്ന ഇൻട്രസ്റ്റ് ആണ് കമ്പ്യൂട്ട് ചെയ്യുന്നത്, ഇൻറ്റു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10 ഇൻറ്റു ടൈം പീരിയഡ്. ഇവിടെ നമ്മൾ 6 മാസത്തെ ഇൻട്രസ്റ്റ് ആണ് കമ്പ്യൂട്ട് ചെയ്യാൻ പോകുന്നത് അല്ലെ. ടൈം പീരിയഡ് എപ്പോഴും എന്തിലാണ് പറയേണ്ടത്? ഇയേഴ്സിലാണ് പറയേണ്ടത്. അപ്പൊ 6 മാസം എന്ന് പറഞ്ഞാൽ അരവർഷമാണ്, ഹാഫ് ഇയർ ആണ്. അപ്പൊ എന്റെ ടൈം പീരിയഡ് എന്ന് പറയുന്നത് അവിടെ 1/2 എന്ന് വരും, ഡിവൈഡഡ് ബൈ 100. PRT/100 എന്നുള്ള ഫോർമുല തന്നെയാണ് യൂസ് ചെയ്തത് കേട്ടോ. ഈക്വൽ ടു കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? ₹400. ഓക്കെ. അപ്പൊ ആദ്യത്തെ വർഷം എനിക്ക് 400 രൂപ ഇൻട്രസ്റ്റ് കിട്ടി. എന്റെ പുതിയ പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയായിരിക്കും? ഫസ്റ്റ് ഇയറിന്റെ എൻഡില് എന്റെ പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത് 8000 ഉണ്ടായിരുന്നു, 400 കൂടി കിട്ടി. സോ 8400. ഇനി സെക്കൻഡ് ഹാഫിലെ, ആദ്യത്തെ 6 മാസത്തെ കഴിഞ്ഞു, സെക്കൻഡ് ഹാഫിലെ ഇൻട്രസ്റ്റ് വീണ്ടും കമ്പ്യൂട്ട് ചെയ്യണം. അപ്പൊ അവിടെ പ്രിൻസിപ്പൽ എമൗണ്ട് 8400 ഇൻറ്റു 10 ഇൻറ്റു 1/2 ഡിവൈഡഡ് ബൈ 100 ഈക്വൽ ടു കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ₹420 എന്ന് കിട്ടും. ഇപ്പൊ സെക്കൻഡ് ഇയറിന്റെ അവസാനമായപ്പോഴേക്കും എന്റെ ഇൻട്രസ്റ്റ് 420 രൂപയും കൂടി അല്ലെ. ഇപ്പൊ സെക്കൻഡ് ഇയർ അല്ല, സെക്കൻഡ് സെഗ്മെന്റ്. അപ്പൊ ഇപ്പൊ ടോട്ടൽ ഒരു വർഷമാണ് ആയിരിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് ഇയറിന്റെ അവസാനം എന്റെ പ്രിൻസിപ്പൽ എമൗണ്ട് 8400 ആയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അതിന്റെ കൂടെയാണ് ഏത് കൂടി ആഡ് ചെയ്തിരിക്കുന്നത്? 420യും കൂടി ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്റെ പുതിയ എമൗണ്ട് എന്ന് പറയുന്നത് 8820 എന്ന് വരും. ഇതാണ് എന്റെ പുതിയ പ്രിൻസിപ്പൽ എമൗണ്ട്. 1.5 വർഷത്തേക്കാണ് ഡെപ്പോസിറ്റ് അല്ലെ. അപ്പൊ ഇനി ഒരു 6 മാസത്തെ കമ്പ്യൂട്ടേഷനും കൂടി ഉണ്ട്. സോ 8820 ഇൻറ്റു 10 ഇൻറ്റു 1/2 ഡിവൈഡഡ് ബൈ 100 ഈക്വൽ ടു ₹441. അപ്പൊ തേർഡ് ഇയറിൽ എനിക്ക് തേർഡ് സെഗ്മെന്റിൽ, മൂന്നാമത്തെ അരവർഷം, അതിൽ എനിക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് 441 ആണ്. അപ്പൊ 3 സെഗ്മെന്റിലെയും ഇൻട്രസ്റ്റ് കിട്ടി. അപ്പൊ എനിക്ക് ടോട്ടൽ കിട്ടിയിട്ടുള്ള കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 400 പ്ലസ് 420 പ്ലസ് 441 ഈക്വൽ ടു 1261. ഓക്കെ. അപ്പൊ ഇത്രയുമാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിരുന്നെങ്കിലോ ഈ 400 തന്നെയാണ് എനിക്ക് 3 വർഷവും കിട്ടുക അല്ലെ. PRT/100 എന്നുള്ള ഫോർമുല അപ്ലൈ ചെയ്യാം. 8000 ഇൻറ്റു 10 ഇൻറ്റു 3/100 എന്ന് വരും, വിച്ച് ഗീവ്സ് മീ 1200. അപ്പൊ സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിരുന്നെങ്കിൽ 1200 ആയേനെ. ഇവിടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് എനിക്ക് 1261 കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ 2 പ്രോബ്ലംസ് ചെയ്തു. ഈ 2 പ്രോബ്ലത്തിൽ ആദ്യം 2 വർഷത്തേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നു. അപ്പൊ 2 പ്രാവശ്യമാണ് എനിക്ക് ഇൻട്രസ്റ്റ് കമ്പ്യൂട്ട് ചെയ്ത് പ്രിൻസിപ്പൽ എമൗണ്ട് മാറ്റി ടോട്ടൽ കണ്ടുപിടിക്കേണ്ടി വന്നത്. പിന്നത്തെ 1.5 വർഷത്തേക്ക് ബൈ ആനുവലി എന്ന് പറഞ്ഞപ്പോൾ 3 പ്രാവശ്യമാണ് എനിക്ക് ഇൻട്രസ്റ്റ് കമ്പ്യൂട്ട് ചെയ്ത് പോകേണ്ടി വന്നത്. ഞാനൊരു 10 വർഷത്തേക്കാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ഇൻട്രസ്റ്റ് കമ്പ്യൂട്ടേഷൻ ക്വാർട്ടർലി ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ എത്ര പ്രാവശ്യം ഈ ഐട്രേഷൻ ചെയ്യേണ്ടി വരും? ഒരു വർഷത്തിൽ തന്നെ 4 പ്രാവശ്യം ചെയ്യണം. അങ്ങനെ 10 പ്രാവശ്യം എന്ന് പറഞ്ഞാൽ 40 പ്രാവശ്യം ഈ ഐട്രേറ്റീവ് സ്റ്റെപ്സ് ഇങ്ങനെ തന്നെ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും അല്ലെ. ഇത് ഒരു tedious ടാസ്ക് ആണ്. ഇതിലും ഭേദം സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് നമുക്ക് തോന്നും. പക്ഷേ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ പോലെ തന്നെ ഡയറക്റ്റ് ആയിട്ടുള്ള ഫോർമുല ഡിറൈവ് ചെയ്തിട്ടുണ്ട്. ഇൻട്രസ്റ്റ് കോമ്പൗണ്ടഡ് ആണെങ്കിൽ നമുക്ക് ഫൈനലി കിട്ടാൻ പോകുന്ന എമൗണ്ട് എ എന്ന് പറയുന്നത് P ഇൻറ്റു 1 പ്ലസ് R/100 ഹോൾ റേസ് ടു N ആണ്.
ഇൻട്രസ്റ്റ് ബീയിങ് കോമ്പൗണ്ടഡ് ആനുവലി എന്നാണ് നമ്മൾ ഇവിടെ അസ്യൂം ചെയ്യുന്നത്. പി പ്രിൻസിപ്പൽ എമൗണ്ട്, ആറ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, എൻ നമ്പർ ഓഫ് ഇയേഴ്സ് എത്ര വർഷത്തേക്കാണ് എന്നുള്ളതാണ് എൻ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഈ ഫോർമുല പ്രൊവൈഡഡ് ഇൻട്രസ്റ്റ് ഇസ് കോമ്പൗണ്ടഡ് ആനുവലി, എല്ലാ കൊല്ലവുമാണെങ്കിൽ. ഇപ്പൊ എല്ലായ്പ്പോഴും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ലല്ലോ. അപ്പൊ ബൈ ആനുവലിയോ അല്ലെങ്കിൽ ക്വാർട്ടർലിയോ അല്ലെങ്കിൽ പെർ മന്തോ ആണ് ഇൻട്രസ്റ്റ് കമ്പ്യൂട്ടേഷൻ എങ്കിലോ അപ്പൊ ഈ ഫോർമുല വർക്ക് ചെയ്യില്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യും? അതിന് നമ്മൾ വേറെ ഫോർമുല ഡിറൈവ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഫോർമുല വരുന്നത് എ ഈക്വൽ ടു പി ഇൻറ്റു 1 പ്ലസ് ആർ ബൈ 100k ഇൻറ്റു ഹോൾ 100k whole raised to nk, where k is the number of times interest is compounded in an year. അതായത് ബൈ ആനുവലി എന്ന് പറയുകയാണെങ്കിൽ ഒരു വർഷം എത്തുമ്പോൾ നമ്മൾ 2 തവണ ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ചെയ്യുന്നുണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ k ഈക്വൽ ടു 2 എന്ന് വരും. ക്വാർട്ടർലി എന്നാണെങ്കിൽ നമ്മൾ ഇൻട്രസ്റ്റ് 4 പ്രാവശ്യം ഒരു വർഷത്തിൽ കോമ്പൗണ്ട് ചെയ്യുന്നുണ്ടാവും. അപ്പൊ k ഈക്വൽ ടു 4 എന്ന് ചൂസ് ചെയ്യേണ്ടി വരും. ഇനി എവറി 4 months ആണ് ഞാൻ ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞാലോ, 4 months എന്ന് പറയുമ്പോൾ 4 + 4 + 4 അപ്പോഴാണ് 12 എത്തുന്നത് അല്ലെ. അപ്പൊ 3 times ആണ് ഒരു വർഷത്തിൽ കോമ്പൗണ്ട് ചെയ്യുന്നത്. അപ്പൊ k ഈക്വൽ ടു 3 എന്ന് ചൂസ് ചെയ്യണം. എവറി മന്ത് എന്നാണെങ്കിൽ k ഈക്വൽ ടു 12, കാരണം ഒരു വർഷത്തിൽ 12 മാസം. അങ്ങനെ വേണം കെയുടെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട്. ഇങ്ങനെയാണ് ഫൈനലി നമുക്ക് കിട്ടാൻ പോകുന്ന എമൗണ്ട് കമ്പ്യൂട്ട് ചെയ്യുന്നത്. ഇപ്പൊ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എത്ര കിട്ടി എന്ന് ചോദിച്ചാൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എ മൈനസ് പി. പ്രിൻസിപ്പൽ എമൗണ്ട് പി ആണ് ഡെപ്പോസിറ്റ് ചെയ്തത്, എനിക്ക് എ ആണ് റിട്ടേൺ കിട്ടിയത്. അപ്പൊ ഈ ഡിഫറൻസ് എത്രയാണോ അതാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ഫോർമുല എങ്ങനെ വന്നു അത് നമുക്ക് അറിയേണ്ടതാണ് അല്ലെ. ഡെറിവേഷൻ പൊതുവെ നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദിക്കാറില്ല, എന്നാലും മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി പറഞ്ഞു തരാം. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ കമ്പ്യൂട്ടേഷൻ വരുമ്പോൾ ആക്ച്വലി എന്താണ് സംഭവിക്കുന്നത്? ആദ്യത്തെ പ്രിൻസിപ്പൽ എമൗണ്ട് പി, ഫസ്റ്റ് ഇയറിൽ എനിക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് പി ഇൻറ്റു ആർ. അവിടെ ആനുവലി ആയതുകൊണ്ട് ടിയുടെ വാല്യൂ 1 ആണ്. സോ പി ഇൻറ്റു ആർ ബൈ 100. ഇത്രയുമാണ് എനിക്ക് ഫസ്റ്റ് ഇയറിൽ കിട്ടുന്ന ഇൻട്രസ്റ്റ്. അപ്പൊ സെക്കൻഡ് ഇയറിലേക്ക് കടക്കുമ്പോൾ എന്റെ പ്രിൻസിപ്പൽ എന്താകും? പി പ്ലസ് പി ആർ ബൈ 100. ഇതായിരിക്കും എന്റെ പുതിയ പ്രിൻസിപ്പൽ എമൗണ്ട്. സോ ഇതിൽ നിന്ന് പി കോമൺ ഫാക്ടർ പുറത്തെടുത്താൽ പി ഇൻറ്റു 1 പ്ലസ് ആർ ബൈ 100 എന്ന് വരും. അപ്പൊ ഇതാണ് എന്റെ പുതിയ പ്രിൻസിപ്പൽ എമൗണ്ട്. ഇനി ആ എമൗണ്ടിലാണ് സെക്കൻഡ് ഇയറിലെ ഇൻട്രസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യാൻ പോകുന്നത് അല്ലെ. അപ്പൊ പി ആർ ബൈ 100 എന്നുള്ള ഫോർമുലയിൽ പ്രിൻസിപ്പൽ എമൗണ്ട് പിയുടെ സ്ഥാനത്ത് പി ഇൻറ്റു 1 പ്ലസ് ആർ ബൈ 100 ആണ്. ഓക്കെ, ഇൻറ്റു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആർ ബൈ 100. ഇത്രയുമാണ് എനിക്ക് സെക്കൻഡ് ഇയറിൽ കിട്ടാൻ പോകുന്ന ഇൻട്രസ്റ്റ്. അപ്പൊ സെക്കൻഡ് ഇയറിന്റെ അവസാനത്തിൽ എന്റെ പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത് എത്രയായിട്ട് മാറും? പ്രിൻസിപ്പൽ എമൗണ്ട് ഇപ്പൊ നമ്മുടെ കയ്യിൽ പി ഇൻറ്റു 1 പ്ലസ് ആർ ബൈ 100 ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഇയറിന്റെ അവസാനം പി ഇൻറ്റു 1 പ്ലസ് ആർ ബൈ 100 ഉണ്ടായിരുന്നു. അതിന്റെ കൂടെ ഈ ഇൻട്രസ്റ്റ് കൂടി കൂട്ടണം അല്ലെ. സോ പി ഇൻറ്റു 1 പ്ലസ് ആർ ബൈ 100 ഇൻറ്റു ആർ ബൈ 100 എന്ന് വരും. ഈ രണ്ട് ടേംസിലും പി ഇൻറ്റു 1 പ്ലസ് ആർ ബൈ 100 ഒരു കോമൺ ഫാക്ടർ ആണ്. ആ കോമൺ ഫാക്ടർ ഞാൻ പുറത്തേക്ക് എടുക്കുന്നു. സോ പി ഇൻറ്റു 1 പ്ലസ് ആർ ബൈ 100 കോമൺ ഫാക്ടർ പുറത്തെടുത്താൽ ഇവിടെ പിന്നെ വേറെ ഒന്നുമില്ല. സോ 1 പ്ലസ് ഇവിടെ നിന്ന് പി ഇൻറ്റു 1 പ്ലസ് ആർ ബൈ 100 കോമൺ പുറത്തേക്ക് പോയാൽ ബാക്കി നിൽക്കുന്നത് ആർ ബൈ 100. ഓക്കെ, 1 പ്ലസ് ആർ ബൈ 100 ഇൻറ്റു 1 പ്ലസ് ആർ ബൈ 100. അപ്പൊ അതിനെ എനിക്ക് എങ്ങനെ എഴുതാം? പി ഇൻറ്റു 1 പ്ലസ് ആർ ബൈ 100 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഇതാണ് സെക്കൻഡ് ഇയർ കഴിയുമ്പോൾ എനിക്ക് കിട്ടാൻ പോകുന്ന പുതിയ പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത്. ഇത് ഐട്രേറ്റീവ്ലി n ടൈംസ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏത് ഫോർമുല കിട്ടും? പി ഇൻറ്റു 1 പ്ലസ് ആർ ബൈ 100 ഹോൾ റേസ് ടു n എന്നുള്ള ഫോർമുല കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ കമ്പ്യൂട്ടേഷൻ നമ്മൾ ചെയ്യുന്നത്. ഇനി പ്രോബ്ലംസിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, Abhay lent rupees 8,000 to his friend for 3 years at the rate of 5% per annum compound interest. Per annum compound interest. What amount does Abhay get after 3 years? അഭയുടെ പ്രിൻസിപ്പൽ എമൗണ്ട് പി എന്ന് പറയുന്നത് 8,000 ആണ് എന്ന് തന്നിട്ടുണ്ട്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 5% ആണ്.
എത്ര വർഷത്തേക്കാണ്? 3 ഇയേഴ്സിലേക്കാണ് ലെൻഡ് ചെയ്തത് അല്ലെ? അപ്പൊ n ഈക്വൽ ടു 3 ആണ്. കോമ്പൗണ്ടഡ് ആനുവലി എന്നാണ്. അപ്പൊ k ഈക്വൽ ടു 1 ആണ്. അപ്പൊ അതുകൊണ്ട് ആ k നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല. അപ്പൊ ഫൈനലി കിട്ടാൻ പോകുന്ന എമൗണ്ട് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. വാട്ട് എമൗണ്ട് ഡസ് അഭയ് ഗെറ്റ് ആഫ്റ്റർ 3 ഇയേഴ്സ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇൻട്രസ്റ്റ് എത്ര എന്നല്ല, എമൗണ്ട് എത്ര എന്ന് തന്നെയാണ്. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഈ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. p ഇൻറ്റു 1 പ്ലസ് ആർ ബൈ 100 ഹോൾ റേസ് ടു n ഈക്വൽ ടു 8,000 into 1 plus 5 by 100 whole raised to 3 equal to 8,000 into 1 plus 5 by 100 എന്ന് പറഞ്ഞാൽ 5 കോമൺ ഫാക്ടർ ക്യാൻസൽ ചെയ്ത് പോയാൽ ഇത് 1 by 20 എന്നാവും അല്ലേ? സോ 1 plus 1 by 20 ആണ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്ത് 20 plus 1 21 by 20 whole cube എന്ന് വരും. ഓക്കെ, കമ്പ്യൂട്ടേഷൻ ചെയ്യാം. കമ്പ്യൂട്ടേഷൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 9261. ഓക്കെ, ഇവിടെ 20 ക്യൂബ് എടുക്കുമ്പോൾ 2 ക്യൂബ് 8 3 0 8000. ആ 8000 ക്യാൻസൽ ചെയ്ത് പോകും. 21 ക്യൂബ് ആണ് ഈ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഇത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ സിമ്പിൾ ആയിട്ട് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നമുക്ക് അടുത്തൊരു പ്രോബ്ലം നോക്കാം. Find the compound interest of ₹1000 at the rate of 10% per annum for 18 months when the interest is compounded half yearly. Okay. ഇവിടുത്തെ പ്രിൻസിപ്പൽ എമൗണ്ട് P എന്ന് പറയുന്നത് 1000 ആണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10% എന്ന് തന്നിട്ടുണ്ട്. 18 months എന്നാണ് പറയുന്നത്. നമുക്ക് അതിനെ ഇയറിലേക്ക് കൺവേർട്ട് ചെയ്യണം അല്ലെ? 18 മാസം എന്ന് പറഞ്ഞാൽ 1.5 വർഷമാണ്. സോ 1.5 years, 1.5 അഥവാ 3/2 ഇയേഴ്സിലേക്കാണ് ഡെപ്പോസിറ്റ്. അപ്പൊ എന്നിന്റെ വാല്യൂ 3/2. k ഈക്വൽ ടു കോമ്പൗണ്ട് ചെയ്യുന്നത് ഹാഫ് ഇയർലി, അര വർഷം എത്തുമ്പോഴാണ് കോമ്പൗണ്ട് ചെയ്യുന്നത്. അപ്പൊ ഒരു വർഷം എത്ര പ്രാവശ്യം കോമ്പൗണ്ട് ചെയ്യും? 2 times കോമ്പൗണ്ട് ചെയ്യും. സോ k ഈക്വൽ ടു 2. ഓക്കെ, ഇനി ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ a ഈക്വൽ ടു p ഇൻറ്റു 1 പ്ലസ് r ബൈ 100k whole raised to nk equal to principal amount P 1000 ആണ്. 1000 into 1 plus rate of interest 10 by 100 into 2. So 200 whole raised to n in the value 3/2 into k the value 2 equal to 1000 into 10 by 200 എന്ന് പറഞ്ഞാൽ 1/20 എന്ന് വരും അല്ലെ? 1/20 ആണ് വീണ്ടും ഇവിടെ വന്നിരിക്കുന്നത്. 1/20, 1 plus 1/20 എന്ന് പറയുമ്പോൾ 21/20 whole cube. ഓക്കെ, സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ₹1157.625. ഓക്കെ, ഇത്രയാണ് വരുന്നത്. ക്വസ്റ്റ്യൻ ഫൈൻഡ് ദി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്നായിരുന്നു. അപ്പൊ ഇവിടെ നമുക്ക് ഫൈനൽ എമൗണ്ട് ആണ് കിട്ടിയിരിക്കുന്നത് അല്ലെ? അപ്പൊ അതിൽ നിന്ന് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കിട്ടണമെങ്കിൽ a മൈനസ് p കൂടി ചെയ്യണം. a is 1157.625. പ്രിൻസിപ്പൽ എമൗണ്ട് p 1000 ആണ്. അപ്പൊ അതിന്റെ ഡിഫറൻസ് എടുക്കുമ്പോൾ 157.625 എന്നാണ് ഫൈനൽ ആൻസർ വരുന്നത്. ഇത് റുപ്പീസ് ആയതുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് 2 ഡെസിമൽ പ്ലേസിലേക്ക് റൗണ്ട് ചെയ്ത് എഴുതാവുന്നതാണ് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. രമേശ് ഡെപ്പോസിറ്റഡ് ₹7,500. അപ്പൊ പ്രിൻസിപ്പൽ എമൗണ്ട് 7,500 in a bank which pays him 12% interest. So rate of interest are 12% ആണ്. per annum compounded quarterly. അപ്പൊ ഒരു വർഷം 4 പ്രാവശ്യം ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ചെയ്യും അല്ലെ? സോ k ഈക്വൽ ടു 4 ആണ് ക്വാർട്ടർലി. വാട്ട് ഇസ് ദ എമൗണ്ട് വിച്ച് ഹി റിസീവ്സ് ആഫ്റ്റർ 9 months? 9 മാസത്തേക്കാണ് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്. 12 മാസമായാലും ഒരു വർഷമാവുള്ളൂ അല്ലെ? അപ്പൊ ടൈം പീരിയഡ് എന്ന് പറയുന്നത് 9/12 ഇയേഴ്സ് ആണ്. 9/12 എന്ന് പറഞ്ഞാൽ 3/4. അപ്പൊ 3/4 ഇയേഴ്സിലേക്കാണ് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്. എത്ര എമൗണ്ട് റിസീവ് ചെയ്യും എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കപ്പോ എ തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. എ ഈക്വൽ ടു പി ഇൻറ്റു 1 പ്ലസ് ആർ ബൈ 100k whole raised to nk equal to
7,500 into 1 plus 12 by 100k. K is 4, alle? So 12 by 400 whole raised to n is 3 by 4 and k is 4. Okay. Equal to 7,500 into 12 by 400 എന്ന് പറഞ്ഞാൽ 4 ക്യാൻസൽ ചെയ്തു പോകും. അപ്പൊ 3 by 100 എന്ന് വരും അല്ലെ? വേറെ ഇനി ഇതിൽ സിംപ്ലിഫിക്കേഷൻ ചെയ്യാൻ പറ്റില്ല. സോ 1 plus 3 by 100 എന്ന് പറഞ്ഞാൽ 103 by 100 whole raised to 3 by 4 into 4 is 3. Okay. 103 cube divided by 100 in the cube into 7,500. Computation ചെയ്യുക. നമുക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ 8195.45. So the amount he receives at the end of 9 months is 8,195.45. അടുത്ത പ്രോബ്ലം. Ram Singh bought a refrigerator for rupees 4,000 on credit. ക്രെഡിറ്റിൽ സാധനങ്ങൾ വാങ്ങിക്കുക എന്നുള്ളത് കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് അല്ലേ? The rate of interest for the first year is 5% and of the second year is 15%. How much will it cost him if he pays the amount after 2 years? ആദ്യത്തെ ഒരു വർഷം 5% ആണ് ഇൻട്രസ്റ്റ്. പിന്നത്തെ സെക്കൻഡ് ഇയറിലേക്ക് കടക്കുകയാണ്, നമ്മളെ ക്ലോസ് ചെയ്തിട്ടില്ല ലോൺ എങ്കിൽ സെക്കൻഡ് ഇയറിലേക്ക് കടക്കുകയാണെങ്കിൽ ഇൻട്രസ്റ്റ് 15% ആയിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ഇയറിന്റെ എൻഡ് ആവുമ്പോൾ എത്ര രൂപ പേ ചെയ്യേണ്ടി വരും എന്നാണ് ക്വസ്റ്റ്യൻ. ഇപ്പൊ പ്രിൻസിപ്പൽ എമൗണ്ട് P 4,000 ആണ്. ഇവിടെ രണ്ട് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വരുന്നുണ്ട്. ഫസ്റ്റ് ഇയറിലെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് R1 എന്ന് പറയുന്നത് 5%, സെക്കൻഡ് ഇയറിലെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് R2 എന്ന് പറയുന്നത് 15%. ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ കമ്പ്യൂട്ടേഷൻ വരുന്നത് ആക്ച്വൽ എമൗണ്ട് A is equal to P into 1 plus R1 by 100. ഇത് എത്ര പീരിയഡിലേക്കാണ് എന്നുള്ളത് നമുക്കിവിടെ ഒരു വർഷമാണ്, അതിപ്പോ ഒരു 3 വർഷം ഒരു ഇൻട്രസ്റ്റ് അങ്ങനെയും വേണമെങ്കിൽ മാറ്റി ചോദിക്കാം അല്ലെ? അപ്പൊ ആ ടൈം പീരീഡ് എത്രയാണെന്നുള്ളതാണ് N1 into 1 plus R2 by 100 whole raised to N2. ഇനിയും അടുത്ത ഒരു സ്പാനിലേക്ക് വരുമ്പോൾ ഇൻട്രസ്റ്റ് പിന്നെ മാറുകയാണെങ്കിൽ 1 plus R3 by 100 whole raised to, അങ്ങനെ ആ ഫോർമുല നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ. സോ ദിസ് ഇസ് ഈക്വൽ ടു പ്രിൻസിപ്പൽ എമൗണ്ട് 4,000 into 1 plus റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 5 അല്ലെ? സോ 5 by 100 whole raised to 1. ഒരു വർഷത്തേക്കാണ് ആ ഇൻട്രസ്റ്റ്. പിന്നെ 1 plus 15 by 100 അതും ഒരു വർഷത്തേക്കാണ്. സോ whole raised to 1 തന്നെ വരും. ഈക്വൽ ടു 4,000 into 5 by 100 is 1 by 20. So 1 plus 1 by 20 gives me 21 by 20 into ഇവിടെ എന്ത് വരും? 15 by 100 എന്ന് പറഞ്ഞാൽ 3 by 20. 5 കോമൺ ഫാക്ടർ ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ സോ 20 plus 3 23 by 20. കമ്പ്യൂട്ടേഷൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ rupees 4,830. ഓക്കെ. അപ്പൊ ഇങ്ങനെയാണ് 2 വർഷത്തിലേക്ക് പല ടൈം പീരിയഡിൽ പല ഇൻട്രസ്റ്റ് ആണ് എങ്കിൽ നമ്മൾ ഇൻട്രസ്റ്റിന്റെ കമ്പ്യൂട്ടേഷൻ ചെയ്യുന്നത്. ഇനി തിരിച്ച് ഇതുവരെ നമ്മൾ ചെയ്ത പ്രോബ്ലത്തിലൊക്കെ പ്രിൻസിപ്പൽ എമൗണ്ടും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും ഒക്കെ തന്നിട്ട് ഫൈനൽ എമൗണ്ട് എത്രയാണെന്ന് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഫൈനൽ എമൗണ്ട് കണ്ടുപിടിച്ച ശേഷം കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എത്രയാണ് വരുന്നത് എന്ന് കണ്ടുപിടിക്കുക. അങ്ങനെയുള്ള പാറ്റേൺ ആണ് നമ്മൾ ഇതുവരെ ചെയ്തത്. ഇനി തിരിച്ച് പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാണ് എന്ന് കമ്പ്യൂട്ട് ചെയ്യണം. ഫൈനലി കിട്ടുന്ന എമൗണ്ട് എത്രയാണെന്നോ അങ്ങനെ വേറെ ഏതെങ്കിലും ക്വാണ്ടിറ്റീസ് ആയിരിക്കും തന്നിട്ടുണ്ടാവുക. ഓക്കെ. അതല്ലെങ്കിൽ ചിലപ്പോൾ പ്രിൻസിപ്പൽ എമൗണ്ടും ഫൈനൽ എമൗണ്ടും തരും. അങ്ങനെയാണെങ്കിൽ പീരിയഡ് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അങ്ങനെയൊക്കെയുള്ള പാറ്റേൺ പ്രോബ്ലംസിലേക്കാണ് നമ്മൾ ഇനി കടക്കുന്നത്. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ അതിൽ വരുന്നത് ഫൈൻഡ് ദ പ്രിൻസിപ്പൽ ഇഫ് ദ compound interest compounded annually at the rate of 10% per annum for 3 years is rupees 331. Okay. ഇവിടെ തന്നിട്ടുള്ളത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10% ആണെന്ന് തന്നിട്ടുണ്ട്. കോമ്പൗണ്ടഡ് പെർ ആനം, അതുകൊണ്ട് K ഈക്വൽ ടു 1 ആണ്. Kനെ കൊണ്ട് പ്രശ്നമില്ല. എത്ര വർഷമാണ്? 3 വർഷമാണ്. 3 years. 3 years കഴിഞ്ഞപ്പോൾ കിട്ടിയ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 331 ആണ് എന്ന് തന്നിട്ടുണ്ട്. പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാണ് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പ്രിൻസിപ്പൽ എമൗണ്ട് P ആണ് എങ്കിൽ ഫൈനൽ എമൗണ്ട് A എന്ന് പറയുന്നത്
പി ഇൻറ്റു 1 പ്ലസ് ആർ ബൈ 100 ഹോൾ റേസ് ടു n ആണ്. അതായത് പി ഇൻറ്റു 1 പ്ലസ് 10 ബൈ 100 ഹോൾ ക്യൂബ് എന്ന് വരും അല്ലെ, ഈക്വൽ ടു 10 ബൈ 100 എന്ന് പറഞ്ഞാൽ 1 ബൈ 10, 1 പ്ലസ് 1 ബൈ 10 ചെയ്താൽ 11 ബൈ 10 വരും. 11 ക്യൂബ് എന്ന് പറയുന്നത് 1331. പി ബൈ 10ന്റെ ക്യൂബ് 1000. അപ്പൊ ഇതാണ് എന്റെ ഫൈനൽ എമൗണ്ട് അറ്റ് ദ എൻഡ് ഓഫ് 3 years കിട്ടുന്ന എമൗണ്ട്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് എനിക്ക് 331 എന്ന് തന്നിരിക്കുന്നത് അല്ലെ. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, എ മൈനസ് പി ആണ്. എ മൈനസ് പി 331 എന്നാണ് തന്നിരിക്കുന്നത്. എ നമ്മളിപ്പോ കമ്പ്യൂട്ട് ചെയ്തിട്ടുണ്ട് 1331 പി ബൈ 1000 മൈനസ് ഇനീഷ്യൽ ആ പ്രിൻസിപ്പൽ എമൗണ്ടിനെയാണ് നമ്മൾ പി എന്ന് വിളിച്ചിരിക്കുന്നത്, ഈക്വൽ ടു 331. 1000 LCM എടുത്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 1331 പി മൈനസ് 1000 പി എന്ന് വരും അല്ലെ. അതായത് 331 പി ബൈ 1000 ഈക്വൽ ടു 331. രണ്ട് സൈഡിലും 331 ക്യാൻസൽ ചെയ്ത് പോയി എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 331 ഇൻറ്റു 1000 by 331. 331 gets cancelled. So the principal amount is rupees 1000. അപ്പൊ 3 വർഷം കഴിഞ്ഞ് 331 ഇൻട്രസ്റ്റ് കിട്ടി എന്ന് പറയുകയാണെങ്കിൽ പ്രിൻസിപ്പൽ എമൗണ്ട് 1000 ആയിരുന്നു എന്നാണ് നമ്മളിപ്പോ ഇവിടെ കമ്പ്യൂട്ട് ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ, the difference between compound interest and simple interest on a certain sum of money at 10% per annum for 2 years is rupees 500. Find the sum when the interest is compounded annually. Okay. ഇവിടെ എമൗണ്ട്, പ്രിൻസിപ്പൽ എമൗണ്ടോ ഫൈനൽ എമൗണ്ടോ ഒന്നും തന്നിട്ടില്ല. ആകെ അറിയാവുന്നത് എന്താണ്, ഇൻട്രസ്റ്റ് റേറ്റ് ആർ എന്ന് പറയുന്നത് 10% ആണെന്നും ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന ടൈം പീരിയഡ് 2 years ആണെന്നും അറിയാം. ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയിരുന്നെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റിനേക്കാൾ 500 രൂപ കൂടുതൽ കിട്ടിയേനെ എന്നും അറിയാം. അത്രയും കാര്യങ്ങളെ നമുക്ക് അറിയുള്ളൂ അല്ലെ. ഇപ്പൊ പ്രിൻസിപ്പൽ എമൗണ്ട് പി ആണ് എന്ന് വിചാരിക്കാം. പ്രിൻസിപ്പൽ എമൗണ്ട് പി ആണെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, പി ആർ ടി ബൈ 100 ഈക്വൽ ടു പിയുടെ വാല്യൂ നമുക്ക് അറിയില്ല, ആർ ഇസ് 10 ഇൻറ്റു ടൈം പീരിയഡിനെയാണ് നമ്മൾ എൻ കൊണ്ടും ടി കൊണ്ടും, സിമ്പിൾ ഇൻട്രസ്റ്റ് ആകുമ്പോൾ നമ്മൾ ടി കൊണ്ട് ഡിനോട്ട് ചെയ്യും, കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ എൻ എന്ന് ഡിനോട്ട് ചെയ്യും അല്ലെ. ആ ടൈം പീരിയഡ് 2 ആണ് എന്നറിയാം, ബൈ 100 ഈക്വൽ ടു 20 പി ബൈ 100 അല്ലെങ്കിൽ പി ബൈ 5 എന്നും എഴുതാം. ഏതാണ് എളുപ്പം നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ സിംപ്ലിഫിക്കേഷൻ ചെയ്യാം. ഇനി കോമ്പൗണ്ട് ചെയ്യുകയാണ് എങ്കിൽ നമുക്ക് ഫൈനലി കിട്ടുന്ന എമൗണ്ട് എ എന്ന് പറയുന്നത് പി ഇൻറ്റു 1 പ്ലസ് ആർ ബൈ 100 ഹോൾ റേസ് ടു n ആണ്, ഈക്വൽ ടു പി ഇൻറ്റു 1 പ്ലസ് ആർ ഇസ് 10 by 100 whole square equal to ഇത് 1 by 10 ആവും, 11 by 10 അതിന്റെ സ്ക്വയർ എടുത്താൽ 121 ന്യൂമറേറ്ററിൽ പി കൂടിയുണ്ട് ഡിവൈഡഡ് ബൈ 100 എന്ന് വരും അല്ലെ. അപ്പോ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഇസ് എ മൈനസ് പി വിച്ച് ഇസ് ഈക്വൽ ടു 121 പി ബൈ 100 മൈനസ് പി 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 121 പി മൈനസ് 100 പി വിച്ച് ഇസ് 21 പി ബൈ 100. ഓക്കെ, അപ്പൊ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 21 പി ബൈ 100 ആണ്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ എന്ത് തന്നിട്ടുണ്ട്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മൈനസ് സിമ്പിൾ ഇൻട്രസ്റ്റ്, ആ ഡിഫറൻസ് 500 ആണ് എന്ന് തന്നിട്ടുണ്ട്. Therefore 21 പി ബൈ 100 മൈനസ് 20 പി ബൈ 100. കണ്ടോ, ഇവിടെ ഇങ്ങനെ തന്നെ നിർത്തുന്നതാണ് എളുപ്പം അല്ലെ. നമ്മൾ ഇതിനെ പി ബൈ 5 സിംപ്ലിഫൈ ചെയ്തിരുന്നെങ്കിൽ തിരിച്ചു വീണ്ടും 20 പി ബൈ 100 തന്നെ മാറ്റേണ്ടി വന്നേനെ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ചെയ്യേണ്ട, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞത്. ഈക്വൽ ടു 500 ഇംപ്ലൈസ് 21 പി മൈനസ് 20 പി ഇസ് പി ബൈ 100 ഈക്വൽ ടു 500 which implies p equal to 500 into 100, അതായത് 50,000. അപ്പൊ പ്രിൻസിപ്പൽ എമൗണ്ട് 50,000 ആണ് എന്ന് നമുക്ക് കിട്ടി. ഇനി ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് എന്താണ്, 2 വർഷം കഴിയുമ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണെങ്കിൽ എത്ര രൂപ കിട്ടും എന്നാണ് ക്വസ്റ്റ്യൻ അല്ലെ. സെക്കൻഡ് ഇയർ കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ടോട്ടൽ സം എ എന്ന് പറയുന്നത് പി ഇൻറ്റു 1 പ്ലസ് ആർ ബൈ 100 ഹോൾ റേസ് ടു n
ഇത് നമ്മൾ കമ്പ്യൂട്ട് ചെയ്തിട്ടുണ്ട്. എത്രയാണ്? 21p/20 ആണ് എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഇറ്റ് ഇസ് ഈക്വൽ ടു 21 into 50,000 divided by 20. ഓക്കെ, കമ്പ്യൂട്ടേഷൻ ചെയ്യുമ്പോൾ സെക്കൻഡ് ഇയറിന്റെ എൻഡിൽ കിട്ടുന്ന എമൗണ്ട് നമുക്ക് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ വാട്ട് ടൈം വിൽ ₹64,000 amount to ₹68,921 at 5% per annum, interest being compounded half yearly? ഓക്കെ, ഇവിടെ നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത് 64,000 ആണ് എന്ന് തന്നിട്ടുണ്ട്. ഫൈനലി കിട്ടുന്ന നമ്മളുടെ എമൗണ്ട് എന്ന് പറയുന്നത് 68,921 ആണ് എന്ന് തന്നിട്ടുണ്ട്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 5% എന്ന് തന്നിട്ടുണ്ട്. ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ചെയ്യുന്നത് ഹാഫ് ഇയർലി ആണ്. സോ എവറി ഇയർ 2 times ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ചെയ്യുന്നത്. സോ k = 2 എന്നും തന്നിട്ടുണ്ട്. കമ്പ്യൂട്ട് ചെയ്യേണ്ടത് n എത്രയാണ് എന്നാണ്. ന്റെ വാല്യൂ ആണ് നമുക്ക് ഇവിടെ കിട്ടേണ്ടത്. അതിന് ഈ ഫോർമുലയിൽ ആകെ ഇപ്പോൾ ഒരു അൺനോണേ ഉള്ളൂ അല്ലെ, n മാത്രമേ അൺനോൺ ഉള്ളൂ. സോ a = p × 1 + r/100k whole raised to nk implies 68,921 is equal to 64,000 into 1 plus 5/200 എന്നാവും അല്ലെ, 100 into 2. സോ 200 whole raised to k യുടെ വാല്യൂ 2 ആണ്. അപ്പൊ അതുകൊണ്ട് 2n എന്ന് വരും. അതായത് 68,921 ഞാൻ ഈ 64,000 ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുത്താൽ ഡിവൈഡഡ് ബൈ 64,000 is equal to എത്ര ടൈംസ് ക്യാൻസൽ ചെയ്തു പോകും? 40 ടൈംസ് അല്ലേ. സോ 1 + 1/40, അതായത് 40 + 1 41/40 whole raised to 2n. ഓക്കെ, ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള എക്സ്പ്രഷൻ 64,000 എന്ന് പറഞ്ഞാൽ 4ന്റെ ക്യൂബ് ആണ് 64. അപ്പൊ 40യുടെ ക്യൂബ് ആണ് 64,000. അപ്പൊ ഡിനോമിനേറ്റർ ഓൾറെഡി ഒരു ക്യൂബ് ഫോമിലാണ് കിടക്കുന്നത്. അപ്പൊ ന്യൂമറേറ്റർ 41ഉമായിട്ടുള്ള റിലേഷൻ എന്താണെന്ന് നോക്കുക. 41 ക്യൂബ് കമ്പ്യൂട്ട് ചെയ്താൽ കൃത്യമായിട്ട് 68,921 എന്ന് കിട്ടും. സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇസ് 41/40 whole cube equal to 41/40 whole raised to 2n. From that, what we get is 2n is equal to 3, which implies n equal to 3/2. That is 1.5 years. 1.5 വർഷത്തേക്കാണ് ഡെപ്പോസിറ്റ് ചെയ്തത്. 1.5 വർഷം കഴിയുമ്പോഴാണ് ഈ പറയുന്ന എമൗണ്ട് 68,921 കിട്ടുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, a farmer wants to divide ₹390,300 between his 2 daughters who are 16 years and 18 years old respectively in such a way that the sum invested at the rate of 4% per annum compounded annually will give the same amount to each when they attain the age of 21 years. How should he divide the sum? The rate of interest 4% ആണ്. ഒരു ഡോട്ടർ ഒരു മകൾക്ക് 16 ഇയേഴ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ മകൾക്ക് 21 ഇയേഴ്സ് ആവാന്ന് പറഞ്ഞാൽ 5 ഇയേഴ്സിലേക്കായിരിക്കും ആ ഡോട്ടറിനെ സംബന്ധിച്ച് ഡെപ്പോസിറ്റ് പോകുന്നത് അല്ലെ. രണ്ടാമത്തെ മകൾക്ക് 18 ഇയേഴ്സ് ആണ്. അപ്പൊ 21 ആവുമ്പോൾ കിട്ടുക എന്ന് പറഞ്ഞാൽ ആ ആൾക്ക് കൊടുക്കുന്ന രണ്ടാമത്തെ മകൾക്ക് കൊടുക്കുന്ന എമൗണ്ട് 3 വർഷത്തേക്കാണ് ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്നത്. ഈ 2 പേർക്കും 21 ഇയേഴ്സ് ആവുമ്പോൾ കയ്യില് കിട്ടുന്ന എമൗണ്ട് ഈക്വൽ ആയിരിക്കണം. ആ രീതിയിലാണ് ഫാർമർ ഈ എമൗണ്ട് സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ഡോട്ടറിന് ഇവിടെ പി എന്നുള്ള പേര് ഞാൻ അവിടെ വിളിക്കുന്നില്ല, ഇത് ടോട്ടൽ സം എസ് ആണ്. ഫസ്റ്റ് ഡോട്ടറിന് പി ആണ് കൊടുക്കുന്നത് എങ്കിൽ സെക്കൻഡ് ഡോട്ടറിന് കൊടുക്കുന്ന എത്രയായിരിക്കും? 390,300 മൈനസ് പി ആയിരിക്കും കൊടുക്കുന്നത് അല്ലെ. അപ്പൊ ഫസ്റ്റ് ഡോട്ടറിന് 21 ഇയേഴ്സ് ഓൾഡ് ആവുമ്പോൾ കിട്ടാൻ പോകുന്ന എമൗണ്ട് കണ്ടുപിടിക്കാൻ പി × 1 + r/100 whole raised to n എന്നുള്ളതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പി എന്ന് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. 1 + 4/100 whole raised to ഫസ്റ്റ് ഡോട്ടറിന് ഡെപ്പോസിറ്റ് എത്ര വർഷത്തേക്കാണ്? 5 വർഷത്തേക്കാണ് അല്ലെ. സോ whole raised to 5 എന്ന് വരും.
ഈക്വൽ ടു ഇത് 4 100 25 ടൈംസ് ക്യാൻസൽ ചെയ്ത് പോകും. സോ 26 raised to 5 p by 25 raised to 5 എന്നാണ് വരുന്നത് ഫസ്റ്റ് ഡോട്ടറിന് കിട്ടാൻ പോകുന്ന എമൗണ്ട്. ഇനി സെക്കൻഡ് ഡോട്ടറിന് എത്ര എമൗണ്ട് കിട്ടും? സെക്കൻഡ് ഡോട്ടറിന്റെ പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത് 390300 മൈനസ് പി ആണ്. ഇതാണ് പ്രിൻസിപ്പൽ എമൗണ്ട് ഇൻറ്റു 1 പ്ലസ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 4 തന്നെ 4/100 ഹോൾ റേസ് ടു എത്ര വർഷത്തേക്കാണ്? 3 വർഷത്തേക്കാണ് അവിടെ ഡെപ്പോസിറ്റ് വരുന്നത്. ഈക്വൽ ടു 390300 മൈനസ് പി ഇൻറ്റു ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നേരത്തെ പോലെ തന്നെ അപ്പൊ 26 ക്യൂബ് ഇൻറ്റു പി ബൈ 25 ക്യൂബ് എന്നാണ് വരുന്നത്. സോറി ഇൻറ്റു പി അല്ല 390300 മൈനസ് പി ആണ് അല്ലെ. അപ്പൊ ഇത് രണ്ടും ഈക്വൽ ആവണം എന്നാണ് ഫാർമറിന്റെ ആഗ്രഹം. ഇത് രണ്ടും ഈക്വൽ ആവുക എന്ന് പറഞ്ഞാൽ എന്താണ്? 26 raised to 5 p by 25 raised to 5 p is equal to 390300 into 26 cube by 25 cube minus 3903 സോറി അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. പി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പി ഇൻറ്റു 26 ക്യൂബ് ബൈ 25 ക്യൂബ്. പിന്റെ ടേംസ് നമുക്ക് ഒരു സൈഡിലേക്ക് എടുക്കാം. പിന്റെ ടേംസ് ഒരു സൈഡിലേക്ക് എടുക്കുമ്പോൾ 26 raised to 5 by 25 raised to 5 minus 26 raised to 3 by 25 raised to 3 into p is equal to 390300 into 26 cube by 25 cube. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് 25 raised to 5 LCM എടുക്കണം അല്ലെ. അത് LCM എടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടണേ? ഇവിടെ 26 raised to 5 മൈനസ് സെക്കൻഡ് ടേം എന്ത് വരും? 26 ക്യൂബ് ഇൻറ്റു 25 സ്ക്വയർ ഡിവൈഡഡ് ബൈ 25 raised to 5 into p is equal to 390300 into 26 cube divided by 25 cube. ന്യൂമറേറ്ററിൽ രണ്ടിടത്തും 26 ക്യൂബ് കോമൺ ഫാക്ടർ ആണ്, അത് പുറത്തെടുക്കുന്നു. ബാക്കി വരുന്നത് എന്താണ്? 26 സ്ക്വയർ മൈനസ് 25 സ്ക്വയർ ഡിവൈഡഡ് ബൈ 25 raised to 5 into p is equal to 390300 into 26 cube divided by 25 raised to 3. രണ്ട് സൈഡിലും 26 ക്യൂബ് ക്യാൻസൽ ചെയ്ത് പോകും. അതുപോലെ രണ്ട് സൈഡിലും ഈ 25 ക്യൂബ് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ 25 സ്ക്വയർ ആകും. സോ പ്രിൻസിപ്പൽ എമൗണ്ട് പി ഇസ് ഈക്വൽ ടു 390300 ഇൻറ്റു 25ന്റെ സ്ക്വയർ 625 ഈ ഡിവൈഡഡ് ബൈ 25 സ്ക്വയർ അവിടെ എത്തിയപ്പോൾ ഇൻറ്റു ആയി അല്ലെ. ഡിവൈഡഡ് ബൈ 26ന്റെ സ്ക്വയർ 676 മൈനസ് 625. ഓക്കെ, സോറി ഇവിടെ മൈനസ് ആയിരുന്നത് ഇപ്പുറത്തേക്ക് വരുമ്പോൾ പ്ലസ് ആവും അല്ലെ. അവിടെ മൈനസ് പി ഇൻറ്റു എന്നായിരുന്നല്ലോ, അപ്പൊ ഇത് പ്ലസ് ആണ് ആവുക കേട്ടോ. ഈ കമ്പ്യൂട്ടേഷൻ കറക്റ്റ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ ആയിട്ട് പ്രിൻസിപ്പൽ എമൗണ്ട് പി എന്ന് പറയുന്നത് 187500 എന്ന് കിട്ടും. റുപ്പീസ് 187500. ഇതാണ് ഫസ്റ്റ് ഡോട്ടറിന് 16 years ഓൾഡ് ആയിട്ടുള്ള ഡോട്ടറിന് കൊടുക്കേണ്ടത് 187500. ഇപ്പൊ സെക്കൻഡ് ഡോട്ടറിന് കൊടുക്കേണ്ട എമൗണ്ടോ? സെക്കൻഡ് ഡോട്ടറിന് കൊടുക്കേണ്ട എമൗണ്ട് എന്ന് പറഞ്ഞാൽ ടോട്ടൽ എമൗണ്ട് 390300 മൈനസ് 187500 എന്ന് വരും. ഡിഫറൻസ് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ 202800 എന്ന് കിട്ടും. ഇപ്പൊ രണ്ട് മക്കൾക്കുമായിട്ട് ഡിവൈഡ് ചെയ്യേണ്ടത് ഈ റേഷ്യോയിലാണ്. 187500യും 202800. അടുത്ത ക്വസ്റ്റ്യൻ. The population of a town is increasing at the rate of 5% per annum. What will be the population of the town on this basis after 2 years if the present population is 16,000? Okay. അപ്പൊ ഇപ്പോഴത്തെ പോപ്പുലേഷൻ പി എന്ന് പറയുന്നത് 16,000 ആണ് എന്ന് തന്നിട്ടുണ്ട്. റേറ്റ് ഓഫ് ഗ്രോത്ത് ആർ എന്ന് പറയുന്നത് 5% പെർ ആനം ആണ്. പെർ ആനം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഇയർ കഴിയുമ്പോൾ പോപ്പുലേഷൻ പുതിയ ഒരു നമ്പർ ആയിട്ട് മാറും അല്ലെ.
അതുമ്പോഴാണ് സെക്കൻഡ് ഇയറിൽ വീണ്ടും 5% കമ്പ്യൂട്ടേഷൻ ചെയ്യേണ്ടി വരിക. അപ്പൊ ഇവിടെ കോമ്പൗണ്ടിങ് ആണ്, സിമ്പിൾ ആയിട്ടല്ല, കോമ്പൗണ്ടിങ് ആണ് പോപ്പുലേഷൻ ഗ്രോത്തിന് സംഭവിക്കുന്നത്. സോ പി ഈക്വൽ ടു 5% ആഫ്റ്റർ 2 years എന്നാണ് ക്വസ്റ്റ്യൻ. സോ എൻ ഈക്വൽ ടു 2. അപ്പൊ 2 yearsന് ശേഷമുള്ള പോപ്പുലേഷൻ എന്ന് പറയുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിംഗിന്റെ അതേ ഫോർമുലയാണ് വരിക. പി ഇൻറ്റു 1 പ്ലസ് ആർ ബൈ 100 ഹോൾ റേസ് ടു n. So 16,000 into 1 plus 5 by 100 whole square equal to 16,000 into, this is 1 by 20. Appo namukku 21 square by 20 square ennu varum. Final answer is 17,640. So the population after 2 years is 17,640. അടുത്ത ക്വസ്റ്റ്യൻ. ഇത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വേണമെങ്കിൽ നമുക്ക് കൊറോണ വൈറസിലേക്കുള്ള ആപ്ലിക്കേഷൻ പ്രോബ്ലം ആയിട്ടൊക്കെ പറയാവുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്, എ ബാക്ടീരിയ ഇൻ എ കൾച്ചർ ഗ്രോസ് ബൈ 10% ഇൻ ദ ഫസ്റ്റ് അവർ, ഡിക്രീസസ് ബൈ 10% ഇൻ ദ സെക്കൻഡ് അവർ, ആൻഡ് അഗെയിൻ ഇൻക്രീസസ് ബൈ 10% ഇൻ ദ തേർഡ് അവർ. ഇഫ് ദ ഒറിജിനൽ കൗണ്ട് ഓഫ് ദ ബാക്ടീരിയ ഇൻ എ സാമ്പിൾ ഈസ് 10,000, find the bacteria count at the end of 3 hours. ബാക്ടീരിയയുടെ പ്രിൻസിപ്പൽ കൗണ്ട് പി എന്ന് പറയുന്നത് 10,000 ആണ്. ഫസ്റ്റ് അവറിലെ റേറ്റ് ഓഫ് ഗ്രോത്ത് ആർ എന്ന് പറയുന്നത് 10% ആണ്. സെക്കൻഡ് അവറിലോ, ഇവിടെ ഫസ്റ്റ് അവറിൽ റേറ്റ് ഓഫ് ഗ്രോത്ത് ആണ്, സെക്കൻഡ് അവറിൽ 10% ഡിക്രീസ് ചെയ്യും, തേർഡ് അവറിൽ വീണ്ടും 10% ഇൻക്രീസ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ അറ്റ് ദ എൻഡ് ഓഫ് 3 hours എത്ര ബാക്ടീരിയ ഉണ്ടാവും എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എൻഡ് ഓഫ് 3 hours വരാൻ പോകുന്ന ബാക്ടീരിയയുടെ കൗണ്ട് കണ്ടുപിടിക്കാൻ പി ഇൻറ്റു ഈ ഓരോ ഇൻട്രസ്റ്റും അല്ലെ. സോ 1 പ്ലസ് R1 by 100. ഇത് ഫസ്റ്റ് അവറിലെ റേറ്റ് ഓഫ് ഗ്രോത്ത്. സെക്കൻഡ് അവറിലെ റേറ്റ് ഓഫ് ഗ്രോത്ത് അല്ല, ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ പ്രിൻസിപ്പൽ ആയിട്ടുള്ള ആ ക്വാണ്ടിറ്റിയിൽ നിന്ന് അത്രയും ക്വാണ്ടിറ്റി മൈനസ് ചെയ്യാണ് അവിടെ ചെയ്യേണ്ടി വരുന്നത്. അപ്പൊ സെക്കൻഡ് അവറിലെ കമ്പ്യൂട്ടേഷൻ എങ്ങനെയാ വരിക? 1 മൈനസ് R2 by 100 എന്ന് വരും, ഡിക്രീസിങ് ആയതുകൊണ്ട്. തേർഡ് അവറിൽ വീണ്ടും ഇൻക്രീസിങ് ആണ്, സോ 1 പ്ലസ് R3 by 100. ഇങ്ങനെയാണ് അതിന്റെ കമ്പ്യൂട്ടേഷൻ വരുന്നത്. സോ 10,000 into 1 plus 10 by 100 into 1 minus 10 by 100 into again 1 plus 10 by 100. ഇത് ഓരോ അവറിലെയും ഇൻക്രീസ് ചെയ്യുകയും ഡിക്രീസ് ചെയ്യുകയും ചെയ്യുന്ന പെർസെൻറ്റേജ് ചിലപ്പോൾ മാറി വരാം. എല്ലാ അവറിലും 10% തന്നെ ആയിരിക്കണം എന്നില്ല. അപ്പൊ അതിനനുസരിച്ച് ഈ R1, R2, R3യുടെ വാല്യൂസ് മാറും. ഓക്കെ, ഇനി 10 by 100 is 1 by 10. So this is 11 by 10. 10 by 100 1 by 10 ആണ്. So 10 minus 1 എന്ന് പറയുമ്പോൾ 9 by 10. Again this is 11 by 10. Computation ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 10890. So the count of bacteria at the end of 3 hours is 10,890. അടുത്ത പ്രോബ്ലം. A factory increased its production of 3-wheelers from 80,000 in 1999 to 92,610 in 2002. Find the annual rate of growth of production of 3-wheelers. Okay. For 3-wheelers, ആദ്യം പ്രൊഡ്യൂസ് 1999 80,000 ആണ് ഉണ്ടായിരുന്നത്. 2002 ആയപ്പോഴേക്കും അത് 92,610 ആയി. സ്പാൻ എത്രയാണ്? 1999 മുതൽ 2002 വരെ അല്ലെ. അപ്പൊ എത്ര വർഷത്രയാണ്? 3 ഇയേഴ്സിലെയാണ് അല്ലെ. അപ്പൊ ഇവിടെ എനിക്ക് n ഈക്വൽ ടു 3 എന്നാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ എത്ര റേറ്റ് ഓഫ് ഗ്രോത്ത് ഉണ്ട്, R എത്രയാണ് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. A ഈക്വൽ ടു P into 1 plus R by 100 whole raised to n. This gives 92610 equal to 80,000 into 1 plus R by 100 whole raised to 3. 80,000 order divide here. So 92610 divided by
80,000 is equal to 1 plus r by 100 whole cube. റൈറ്റ് ഹാൻഡ് സൈഡിൽ ഹോൾ ക്യൂബ് എന്നാണ് അല്ലെ. അപ്പൊ നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. സോ 1 പ്ലസ് ആർ ബൈ 100 ഈക്വൽ ടു 92610 by 80,000 ഹോൾ റേസ് ടു 1/3 അഥവാ ക്യൂബ് റൂട്ട്. ഇപ്പൊ ഫസ്റ്റ് മോഡ്യൂളിൽ നമ്മൾ ക്യൂബ് റൂട്ട് ഒക്കെ കണ്ടുപിടിക്കാൻ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുണ്ട് അല്ലെ. അത് ഇവിടേക്ക് എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടിയാണ് നമ്മൾ അവിടെ പഠിക്കുന്നത്. അപ്പൊ 1 പ്ലസ് ആർ ബൈ 100 ഇത് ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇത് 21 എന്ന് കിട്ടും. ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 3 3ഉം 3 7ഉമായിട്ട് വരും കേട്ടോ. ഇവിടെ 2 8 എന്ന് പറയുന്നത് 2 ആണ് അല്ലെ വരുന്നത്. അപ്പൊ അതനുസരിച്ചാണ് നമ്മുടെ കമ്പ്യൂട്ടേഷൻ വരിക. അപ്പൊ നമുക്ക് കിട്ടാൻ പോകുന്നത് 1 പ്ലസ് ആർ ബൈ 100 ഇസ് ഈക്വൽ ടു, ഇവിടെ ഒരു 0 നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം കേട്ടോ. 9261 എന്ന് പറയുന്നതാണ് 21ന്റെ ക്യൂബ്. 8000 എന്ന് പറയുന്നതാണ് 20യുടെ ക്യൂബ്. So what we get is 21 by 20. This implies r by 100 equal to 21 by 20 minus 1 equal to 1 by 20. 1 by 20 എന്ന് പറഞ്ഞാൽ 5 by 100 ആണ് അല്ലെ. അഥവാ r equal to 1 by 20 into 100 എന്ന് വരും. So r equal to 5%. അപ്പോൾ പ്രൊഡക്ഷനിൽ ഉണ്ടായിട്ടുള്ള റേറ്റ് ഓഫ് ഗ്രോത്ത് 5% ആണ്. ഓക്കെ. ഇനി അടുത്തത് ഡിപ്രീസിയേഷൻ എന്നുള്ള പാറ്റേൺ. ഇപ്പൊ നമ്മൾ ഈ ചെയ്തതിന്റെ ഇടയിൽ തന്നെ നമ്മൾ ഡിപ്രീസിയേഷൻ ഓൾറെഡി ഒരു എക്സാമ്പിൾ കണ്ടു. സെക്കൻഡ് അവറിൽ 10% കുറയുന്നു എന്ന് വരുമ്പോൾ നമ്മൾ ആ ഫോർമുലയിൽ എന്ത് ഡിഫറൻസ് ആണ് വരുത്തേണ്ടത്? 1 പ്ലസ് ആർ ബൈ 100 എന്നുള്ളതിന് പകരം 1 മൈനസ് ആർ ബൈ 100 എന്നാവും അല്ലെ. ഇൻ ജനറൽ ഡിപ്രീസിയേഷൻ ആണെങ്കിൽ ആ ഫോർമുലയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അതിന്റെ ഒരു ആപ്ലിക്കേഷൻ പ്രോബ്ലം. A new car cost rupees 3,60,000. അപ്പൊ അതിന്റെ ഇനീഷ്യൽ എമൗണ്ട് 3,60,000 ആണ്. Its price depreciate at the rate of 10%. So R equal to 10% a year during the first 2 years. അപ്പൊ ആദ്യത്തെ 2 വർഷം 10% വെച്ചിട്ടാണ് കുറയുന്നത്. അപ്പൊ R1 equal to 10, N1 equal to 2. Then what happens? At the rate of 20% a year thereafter. അപ്പൊ അടുത്ത റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ വരുന്നത് 20% ആണ്. What will be the price of the car after 3 years? അപ്പൊ ആദ്യത്തെ 2 വർഷം ഈ റേറ്റിലാണ്. അപ്പൊ 3 വർഷത്തിന് ശേഷം എന്ന് പറയുമ്പോൾ ഈ റേറ്റിൽ റിഡക്ഷൻ വരുന്നത് 1 വർഷത്തേക്കും കൂടിയാണ് അല്ലെ. സോ N2ന്റെ വാല്യൂ 1 ആണ് വരുന്നത്. അപ്പൊ ഇത്രയും ഡിപ്രീസിയേഷൻ സംഭവിച്ചിട്ടുള്ള ഫൈനൽ എമൗണ്ട് എത്രയാണ് എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ഡിപ്രീസിയേഷൻ ആയതുകൊണ്ട് 1 മൈനസ് R1 by 100 എന്നാണ് വരിക. വീണ്ടും ഡിപ്രീസിയേഷൻ തന്നെയാണ്. സോ 1 മൈനസ് R2 by 100. ഇത് N1 ഇയേഴ്സിലേക്ക്, ഇത് N2 ഇയേഴ്സിലേക്ക്. സോ ഈക്വൽ ടു 3,60,000 into 1 minus 10 by 100 whole square into 1 minus 20 by 100 equal to 3,60,000 into, this is 1 by 10. So 1 minus 1 by 10 is 10 minus 1, 9 by 10, 9 square by 10 square in the varum into, this is 1 by 5. So 5 minus 1, 4 by 5. Computation ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ ₹2,33,280. ഇനി നമുക്ക് ഒരു ചെറിയ സെക്ഷനും കൂടി കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ചാപ്റ്ററിൽ വരുന്നുണ്ട്. പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ കൺക്ലൂഡ് ചെയ്യാണ്. താങ്ക് യു.